ഹലോ, ഞാൻ നിങ്ങളുടെ അയാന അമ്മു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പിന്നെ എന്തൊക്കെ വിശേഷം? കഥകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ പിന്നെന്താ പറയുക, ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോഴല്ലേ വീണ്ടും വീണ്ടും കഥകളൊക്കെ കേട്ട് സന്തോഷിക്കാൻ പറ്റൂ. അതിനൊപ്പം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും കൂടെ വന്നോളൂ കേട്ടോ. അപ്പോഴല്ലേ നല്ല രീതിക്ക് കേട്ടങ്ങ് സന്തോഷിക്കാൻ പറ്റും. ഇന്നത്തെ കഥ എന്താണെന്നല്ലേ? കഥയൊന്നും പറയില്ല, എന്തായാലും കൊള്ളാം. അപ്പോൾ അങ്ങ് തുടങ്ങിയാലോ? കേട്ടോക്ക്. കാട് പിടിച്ച വഴിയിലൂടെ കാറ് മെല്ലെ മുന്നോട്ട് നീങ്ങി. വിൻഡോ ഗ്ലാസിനപ്പുറം മരങ്ങൾ പരസ്പരം നിൽക്കുന്നു. പുറത്തെ ഭീകരതയൊന്നും ശ്രദ്ധിക്കാതെ സീറ്റിൽ ചാരിയിരുന്ന് ഫോണിൽ പബ്ജി കളിക്കുന്ന അബിയെ ഇന്ദു ഒന്ന് നോക്കി. ചുറ്റും നടക്കുന്നതൊന്നും അവൻ അറിയുന്നില്ല. അമ്മായിയപ്പൻ്റെ മരണശേഷം ബിസിനസ് കാര്യങ്ങളെല്ലാം ഇന്ദുവിൻ്റെ തലയിലായി. വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്ന അന്ന് മുതൽ തുടങ്ങിയതാ ഈ ഓട്ടം. അബിക്ക് ഇതിലൊന്നും താല്പര്യമില്ല. തമിഴ്നാടിൻ്റെ അതിർത്തിയിലുള്ള ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് 50 ഏക്കർ കൃഷിയുണ്ടെന്നും ഈയിടെയായി അവിടെ നിന്നുള്ള വരുമാനം കുറവാണെന്നും പറഞ്ഞ് അമ്മായിയമ്മ നിർബന്ധിച്ച് വിട്ടതാണ് അവളെ. വഴി ചോദിച്ചും മാപ്പ് നോക്കിയും കഷ്ടപ്പെട്ട ഇവിടം വരെ എത്തിയത്. ഇതല്ലേ ഏട്ടാ ആ കവല? ആണെന്ന് തോന്നുന്നു, അബി അവളോട് പറഞ്ഞുകൊണ്ട് വീണ്ടും ഗെയിമിലേക്ക് തിരിഞ്ഞ് ഇന്ത് ചുറ്റിലും നോക്കി. കാറ് നിന്നത് ഒരു പഴയ കടയുടെ മുന്നിലായിരുന്നു. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, മുത്തു. അമ്മായിയമ്മ പറഞ്ഞ അതേ ആൾ. അയാളെ കണ്ടതും ഇന്ദുവിൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയി. 6.5 അടി ഉയരം, ആ കാടിൻ്റെ ഇരുട്ടിനേക്കാൾ നല്ല കറുത്ത നിറം, പാറിപ്പറന്ന താടിയും നല്ല മുടിയും. അയാളൊരു കാട്ടാളനെ പോലെ തോന്നിച്ചു. ഒരു മുഷിഞ്ഞ മുണ്ടും തോളിലൊരു തോർത്തും അതുമാത്രമായിരുന്നു ആൾ ധരിച്ചിരുന്നത്. ഒരു കൂറ്റൻ പ്രതിമയെപ്പോലെ അനങ്ങാതെ നിൽപ്പുണ്ട്. ആളുടെ കണ്ണുകൾ ഇന്ദുവിൻ്റെ കാറിന് നേരെ തന്നെ നിന്നു. ആ നോട്ടത്തിൽ എവിടെയോ ആരെയോ കാത്തു നിൽക്കും പോലെ ഒരു ജിജ്ഞാസ ഒളിച്ചിരിപ്പുണ്ടെന്ന് അവൾക്ക് തോന്നിപ്പോയി. ഇത്രയും കാലം താൻ കണ്ട് ശീലിച്ച മനുഷ്യരിൽ നിന്നൊക്കെ ആൾ എത്രയോ വ്യത്യസ്തനാണ്. ഒരു ഭീകര രൂപം തന്നെ. ഭയത്തിൻ്റെ ഒരു മിന്നൽ ഇന്ദുവിൻ്റെ നട്ടലിലൂടെ അരിച്ചു കയറി. ഫോണിൽ നിന്നും കണ്ണെടുക്കാതെ അബി ചോദിച്ചു, എന്താ എന്തു വണ്ടി നിർത്തിയത്? എത്തിയോ? ഇന്ദു ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകൾ പുറത്ത് കാത്തു നിൽക്കുന്ന ആ രൂപത്തിലായിരുന്നു. മുത്തു മെല്ലെ കാറിനടുത്തേക്ക് നടന്നു. അയാളുടെ ഓരോ ചുവടും മണ്ണിൽ നിന്നും പൊട്ടിയുയർത്തുന്നുണ്ടായിരുന്നു. കാറിൻ്റെ ചില്ലിൽ അയാൾ മെല്ലെ ഒന്ന് തട്ടി. ഇന്ദു വിറയ്ക്കുന്ന കൈകളോട് ഗ്ലാസ് താഴ്ത്തി. അയാളൊന്ന് നോക്കിയിട്ട് ചുവന്ന കണ്ണുകൾ ഇന്ദുവിനെ കണ്ടതും ഒന്ന് വിടർന്നു. അമ്മ, മുത്തുവാണേ, ഇന്ദു മാഡം അല്ലേ? അതെ, അമ്മ വിളിച്ചിരുന്നു. അയാളുടെ ശബ്ദം തീവ്രത അവളെ ഞെട്ടിച്ചു. അതെ, എവിടെയാ തോട്ടം? അയാളുടെ നോട്ടവും രൂപവും കണ്ട് പേടിച്ചുകൊണ്ട് ശബ്ദം പുറത്തേക്ക് വരാൻ പാടുപെട്ടുകൊണ്ട് ഇന്ദു ചോദിച്ചു. തോട്ടം ഇനിയും ഉള്ളിലേക്കാ, കാട് പിടിച്ച വഴിയാ. മാഡത്തിന് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ പാടായിരിക്കും. അതാ ഞാൻ ഇവിടെ വന്നു നിന്നേ. പോകാം നമുക്ക്. മറുപടിക്കായി കാത്തു നിൽക്കാതെ പിന്നിലെ ഡോറ് വരച്ച് തുറന്ന് മുത്ത് പുറകിലെ സീറ്റിലേക്ക് കയറിയിരുന്നതും കാറിനുള്ളിലെ വായുവിൽ ഒരു വൃത്തികെട്ട മണം. വിയർപ്പിൻ്റെയും പുകയിലയുടെയും വൃത്തിയില്ലായ്മയുടെയും കലർന്ന വല്ലാത്തൊരു ഗന്ധം ആ ചെറിയ സ്ഥലത്ത് ആകങ്ങ് നിറഞ്ഞു. ഇന്ദുവിന് ഒരുതരം ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. അവൾ അസ്വസ്ഥതയോടെ റിയർ വ്യൂ മിററിലേക്ക് നോക്കി. അവളുടെ നെഞ്ചിടിപ്പ് വീണ്ടും വർദ്ധിച്ചു. മുത്തുവിൻ്റെ ആ ചുവന്ന കണ്ണുകൾ മിററിലൂടെ തന്നിൽ തന്നെ തറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ആ നോട്ടം ഒരു തീക്ഷ്ണതയുണ്ടായിരുന്നു. അവൾ ധരിച്ചിരുന്നതൊരു സ്ലീവ്ലെസ് ടോപ്പും അതിങ്ങനെ ചേർന്ന് കരിമഷി പോലുള്ള ആ കറുപ്പിൽ അവളുടെ ആ ഒരു ഇളം ചുവപ്പ് കലർന്ന വെളുത്ത നിറം മുത്തുവിന് ഒരു അത്ഭുതമായിരുന്നു എന്ന് തോന്നുന്നു. സ്റ്റിയറിങ്ങിൽ അമർന്നിരിക്കുന്ന അവളുടെ അതൊക്കെ എന്താ പറയുക, നല്ല രസമുണ്ട്. വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത ശില്പം പോലെ. വണ്ടി തിരിക്കുമ്പോഴുള്ള ആ കൈകളുടെ ചലനങ്ങൾ മുത്തുവിൻ്റെ കണ്ണുകളെ ഇങ്ങനെ മത്തുപിടിപ്പിച്ചു. ശരിക്കും അയാൾ നല്ല രീതിക്ക് നോക്കി ഓരോന്നാവുന്നുണ്ട്. അയാൾ ഓർത്തു, ആ കറുത്ത ഡ്രസ്സിൻ്റെ ഇതിൽ ഒതുങ്ങി നിൽക്കാത്ത അതൊക്കെ തന്നെ കേട്ടോ സംഭവം.
മുത്തുവിൻ്റെ ജീവിതത്തിൽ അവൻ കണ്ടിട്ടുള്ള ഏതൊരു കാഴ്ചയേക്കാളും സുന്ദരമായിരുന്നു അവൾ. തന്നെ കണ്ടിട്ട് നല്ല തക്കാളിപ്പഴം പോലുള്ള അവളുടെ ആ ഒരു ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ എന്തോ എന്തെന്നില്ലാത്തൊരിത അയാൾക്കിത്. ആ മുടിയിൽ നിന്നൊലിക്കുന്ന സുഗന്ധം അതുവരെ അയാളെ ഭ്രമിപ്പിച്ചു എന്ന് വേണം പറയാൻ. മുത്തുവിൻ്റെ നോട്ടം തന്നെ മൊത്തത്തിൽ ഒലയ്ക്കുന്നെന്ന് ഇന്ന് തിരിച്ചറിഞ്ഞു. ആ മിററിലൂടെ കാണുന്ന അയാളുടെ ആ ഒരു ഇതില്ലേ, മറ്റേലത് തന്നെ, അത് ഓരോ അണുവിലേക്കും ഇങ്ങനെ കയറുന്ന പോലെ അവൾക്ക് തോന്നി. ഞാനെന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ, അവൾ മനസ്സിൽ ഓർക്കാതെ ഇരുന്നില്ല. എന്താ മുത്തു ഇങ്ങനെ നോക്കുന്നത്, അവൾ അറിയാതെ ചോദിച്ചു പോയി. മുത്തു ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരു വല്ലാത്ത ഗർജനയുണ്ടായിരുന്നു. ഇല്ല മാഡം, ഈ കാട്ടിൽ ഇതുവരെ ഇങ്ങനൊരു പൂവ് വിരിഞ്ഞിട്ടില്ല. അത് നോക്കിപ്പോയതാ, കണ്ടില്ലേ നല്ലൊരു ചുവന്ന തൊടുത്തൊരു പൂവ്. അയാളുടെ മറുപടി കേട്ട് എൻ്റെ മുഖമൊന്ന് വിളറി. എന്തോ അയാൾ കൊള്ളിച്ച് പറയുമ്പോൾ അവൾക്ക് തോന്നി. എവിടെ, അല്ല കഴിഞ്ഞു പോയി മാഡം, കണ്ടില്ല മാഡം കണ്ടില്ല. അതാ അവ ഇപ്പോഴും പബ്ജിയുടെ ലോകത്താണ്. ഇയാൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയാണെങ്കിൽ പോലും അതിനൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഈ കൊടും കാട്ടിനിടൽ തനി മൃഗത്തെ പോലുള്ള മനുഷ്യൻ്റെ കൂടെ ഒറ്റയ്ക്കാണെന്ന ബോധം ഇന്ദുവിനെ വല്ലാതെ ഭയപ്പെടുത്തി തുടങ്ങി. ഇനി എങ്ങോട്ടാ പോണ്ടേ, അവളൊരു വിക്കലോട് ചോദിച്ചു. ഇടതുവശത്തെ ആ ചെറിയ വഴിയിലേക്കാണ് മാഡം. ഓക്കെ. എന്താ വരാൻ വൈകിയത് മാഡം? സമയം 5:30 ആയല്ലോ. ഞാൻ ഒത്തിരി കാത്തിരുന്നു. വല്ലാത്ത വിശപ്പായിരുന്നു ഒത്തിരി നേരം. ഇപ്പം അടങ്ങാത്ത ദാഹവും. മുത്തുവിൻ്റെ ശബ്ദം പുറകിന്ന് വീണ്ടും മുടങ്ങി. ഇന്ദു ശരിക്കൊന്ന് പതറി. അത് വഴിയറിയാത്തത് കൊണ്ട് പതുക്കെയാണ് വന്നത്. വെള്ളം വേണോ നിങ്ങൾക്ക്? വേണ്ട, അത് തിന്നേണ്ടത് തിന്നാലും കുടിച്ചാലുമേ മാറുള്ളൂ. മിനിമം താഴെത്തൊട്ട് മേലെ വരെ മൊത്തത്തിൽ തിന്നണം. പൊയ്കയിൽ നല്ല പ്രോട്ടീൻ ജലം കുടിക്കണം. എന്ത്? നല്ല മാൻപേടെ വേട്ടയായിട്ട് തിന്നുന്ന കാര്യമാണ് മാഡം. അവൾ ചെറുതായിട്ട് പേടിച്ചുകൊണ്ട് സ്റ്റിയറിങ്ങിൽ പിടുത്തം മുറുക്കി. കാറിപ്പോൾ വ്യജനമായൊരു മൺപാതയിലൂടെ നീങ്ങുന്നത്. ഇരുവശത്തും ആകാശം മുട്ടുന്ന മരങ്ങൾ. തമിഴ്നാട്ടിലെ ഈ അതിർത്തി ഗ്രാമത്തിൽ സന്ധ്യ നേരത്തെ മാങ്ങയെങ്ങുമെന്ന് അവൾക്ക് തോന്നി. മാഡം ഇന്നലെ പോകുന്നുണ്ടോ? മുത്ത് വീണ്ടും ചോദിച്ചു. അവൻ്റെ കണ്ണ് മിററിലൂടെ അവൾ തന്നെ പതിഞ്ഞിരിപ്പ. പിന്നെ എല്ലാം കണ്ടിട്ട് ഇന്ന് തന്നെ പോകണം, ഇന്ദു ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. പക്ഷേ ഉള്ളിൽ വല്ലാത്തൊരു ആദി പടരുന്നുണ്ടായിരുന്നു. ഈ കാട്ടുവഴിയിലൂടെ രാത്രി തിരിച്ചു പോവുക എന്നത് ആലോചിക്കുമ്പം തന്നെ ആൾക്ക് ഭയം തോന്നി. ഇന്ദുവിൻ്റെ മറുപടി കേട്ടപ്പോൾ മുത്തുവിൻ്റെ മുഖത്തൊരു നിമിഷം നിരാശ നിഴലിച്ചു. അവൻ്റെ മുഖത്തെ ആ മാറ്റം അവൾ മിററിലൂടെ ശ്രദ്ധിച്ചു. എന്നാൽ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ആ നിരാശ മാറി. അവിടെ ഒരു ഗൂഢമായ ചിരി തെളിഞ്ഞു. അത് കണ്ടപ്പോൾ ഇന്ദുവിൻ്റെ നട്ടലിൽ വീണ്ടൊരു തഴുപ്പ്. കാറ് മുന്നോട്ട് നീങ്ങുന്തോറും മൺപാത കൂടുതൽ ഇടുങ്ങിയതായി വന്നു. ടയറുകൾ മണ്ണിലൊരയുന്ന ശബ്ദം മാത്രം. അബി ഇപ്പോഴും പബ്ജിയുടെ ലോകത്ത്. വെടിവെപ്പില. അവന് ചുറ്റുമുള്ളതൊന്നും അവൻ അറിയുന്നേയില്ല. മുത്ത് മെല്ലെ മുന്നോട്ടാഞ്ഞു. അവൻ്റെ ചൂടുള്ള ശ്വാസം ഇന്ദുവിന് തട്ടി. അവളൊന്ന് വിറച്ചു പോയി. ഇന്ന് തന്നെ പോകണമെന്ന് നിർബന്ധമാണോ മാഡം? പോണം മുത്തു. ഈ കാടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എളുപ്പമാണ്. പക്ഷേ ഇറങ്ങിപ്പോകാൻ അത്ര പെട്ടെന്ന് പറ്റിക്കൊള്ളണമെന്നില്ല. അത്രയ്ക്കും മനം മയക്കും പ്രകൃതിയാണ് ഇത്. സുഖം തരും. മനസ്സ് വെച്ചില്ലേ ചിലപ്പോൾ ദുഃഖവും. ആ ശബ്ദത്തിൽ ഒരു തരം ഭയം എനിക്ക് തോന്നി. അവൾ മറുപടി ഒന്നും പറയാതെ വണ്ടി തന്നെ ശ്രദ്ധിച്ചു. ഈ മണ്ണ് നല്ല ഒന്നാം തരം മണ്ണാ മാഡം. എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ്. കശ്മീർ പോലും ഇത്രയും നല്ല മണ്ണ് ഞാൻ കണ്ടിട്ടില്ല. മുത്ത് തുടർന്നു. അവൻ്റെ നോട്ടം അവിടെ ഇവിടേക്കായിട്ട് ഓടി നടക്കുന്നുണ്ട്. ഓഹോ, അപ്പോൾ നല്ല വിളവുണ്ടാകുമല്ലോ. സത്യം പുറമേ കാണുന്ന പോലെയല്ല. ഉള്ളി നല്ല നനവുണ്ട്. നന്നായിട്ടൊന്ന് ഉഴുതുമറിച്ചാൽ മാത്രമേ ഗുണം ശരിക്കും കിട്ടൂ. അമ്മായിയമ്മ പറഞ്ഞത് ശരിയാ. ഈയിടെയായി ഇവിടെ ആരും കാര്യമായിട്ട് പണിയെടുക്കാറില്ല. അതുകൊണ്ട് ഇതിങ്ങനെ തഴച്ച് വളർന്നു നിൽക്കുകയാണ്. ഇത് ശരിക്കും ഒന്ന് ഞെട്ടി. അയാൾ പറയുന്നത് കൃഷിയെക്കുറിച്ചല്ലെന്ന് അവളൊരു നിമിഷം തിരിച്ചറിഞ്ഞു. തൻ്റെ ഓരോന്നിനെയാണ് അവൻ ആ കൃഷി എന്ന ഭാഷയിൽ സംസാരിക്കുന്നത്. മുത്തു വഴി മാത്രം പറഞ്ഞെന്നാൽ മതി. അവൾ ശബ്ദം കടുപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ തൊണ്ട ശരിക്കും വറ്റിയിരിക്കുന്നു. മുത്തു ഒന്ന് ചിരിച്ചു.
ആ ചിരിയിൽ ഒരു വല്ലാത്തൊരു ഭീകരത ഉണ്ടായിരുന്നു. ഞാൻ വഴുതനല്ലേ മാഡം പറയുന്നത്? ഇത്രയും നാൾ ആരും തിരിഞ്ഞു നോക്കാത്ത ഈ കാട്ടിനുള്ളിൽ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് ഇപ്പോഴല്ലേ അറിഞ്ഞത്. അതും നന്നായി വിളഞ്ഞത്. ഓ, ഇതിനെ എങ്ങനെ നന്നായി കൈകാര്യം ചെയ്യുന്ന എനിക്കറിയാം. മാഡം പേടിക്കണ്ട. ഓരോ ഇഞ്ചും ഞാൻ നോക്കി നടത്തും. മുക്കും മൂലയിലും നല്ല രീതിക്ക് വിത്തിറക്കും. അയാൾ നോക്കി നടത്തുമെന്ന് പറഞ്ഞപ്പോൾ കണ്ണുകൾ മിററിലൂടെ അവളുടെ ഓരോരുത്തേക്ക് മീനി അടക്കിയായിരുന്നു. അബി ഇപ്പോഴും ഫോണിൽ പബ്ജി കളിച്ച് എനിമി ഹെഡെന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥ ശത്രു തൊട്ട് പിന്നിലിരുന്ന് തൻ്റെ ഭാര്യയെ വാക്കുകൾ കൊണ്ട് ഓരോന്നാക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഇവിടെങ്ങും ആരുമില്ലല്ലോ മുത്തു? ഇന്ദു ഭയത്തോടെ ചോദിച്ചു. ആരുമില്ല മാഡം, ഞാനും ഈ കാടും പിന്നെ ഈ തോട്ടവും മാത്രം. ഇവിടെ എന്ത് നടന്നാലും പുറം ലോകം അറിയില്ല. എല്ലാം ഈ മണ്ണിൽ തന്നെ അരിഞ്ഞു ചേരും. അവൻ്റെ ആ വാക്കുകൾ ഇന്ദുവിനെ വല്ലാതെ ഭയപ്പെടുത്തി. അവളുടെ നട്ടലിലൂടെ വീണ്ടും ഒരു മിന്നൽ അരിച്ചു കയറി. മാഡം എന്തിനെങ്ങനെ പേടിക്കുന്നത്? ഞാനില്ലേ കൂടെ. പിന്നെ ഈ കാട് കാണുന്ന പോലെയല്ല. ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി രഹസ്യ സ്ഥലങ്ങളുണ്ട്. അത് കണ്ടെത്തി അവിടെ പണിയണം. സൂപ്പറാ. പുറമേ നിന്ന് നോക്കിയാൽ ആരും വിചാരിക്കില്ല ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും കട്ടിപ്പണികളുണ്ടെന്ന്. പക്ഷേ അറിഞ്ഞു പണിതാൽ 100 മീനി വിളയും. മുത്തു തൻ്റെ ശബ്ദത്തിലിങ്ങനെ പറഞ്ഞു. എന്തോന്ന് പറഞ്ഞ് എന്ത് പണിയാ മുത്തു? മുത്തുവിൻ്റെ നോട്ടം ഓരോരുത്തരത്തേക്കായി. അയാളൊരു ചിരിയോടെ തുടർന്നു. അത് മാഡം, ഈ തോട്ടം കുറേ കാലമായി ആരും തൊടാതെ കിടക്കുകയല്ലേ. കാട് വെടച്ച് നിൽക്കുക. നല്ല ഒന്നാം തരം വളക്കൂറുള്ള മണ്ണ. പക്ഷേ ഒന്ന് ഉഴുന്നു മറിക്കാൻ പറ്റിയ ഒരാൾ വേണം. ഈ മണ്ണിലേക്ക് വിത്ത് ആഴത്തി ഇറങ്ങി ചെന്നാൽ മാത്രമേ കൃഷിക്ക് ശരിക്കുള്ള ഗുണം കിട്ടൂ. മാഡത്തിന് അത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അവളുടെ ഓരോന്ന് നോക്കി ഇങ്ങനെ പറയുക. മുത്തു, വഴി തന്നെയല്ലേ മാഡം പറയുന്നത്? ഇത്രയും നാൾ ആരും തിരിഞ്ഞു നോക്കാത്ത സ്ഥലത്തേക്ക് വീണ്ടും മാഡം വന്നപ്പോൾ തന്നെ ഈ തോട്ടത്തിനൊരു പ്രത്യേക ഐശ്വര്യം വന്നിട്ടുണ്ട്. അയാളിങ്ങനെ അർത്ഥം വെച്ച് പറയുമ്പോൾ ഇന്ദുവിൻ്റെ ഹൃദയം പട്ടപട ഇടിക്കാൻ തുടങ്ങി. മാഡം ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ കാട്ടിലെങ്ങനെ ഇത്രയും നേരം ഇരിക്കുന്നതെന്ന്. പക്ഷേ വിശ്വസിക്കും മാഡം, ഒരിക്കൽ ഇതിൻ്റെ സുഖം അറിഞ്ഞ പിന്നെ ഇവിടുന്ന് പോകാൻ തോന്നില്ല. ഈ മണ്ണ് അങ്ങനെയാണ്. വന്നവരെയൊക്കെ അത് വലിച്ചടുപ്പിക്കും. പ്രത്യേകിച്ച് മാഡത്തെ പോലെ ഇത്രയും ലക്ഷണമൊത്ത ഒരാൾ വരുമ്പോൾ. അയാൾ ലക്ഷണമൊത്ത എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകൾ ഇന്ദുവിൻ്റെ എവിടേക്കോ ഓടിപ്പാഞ്ഞു. അബി ഇപ്പോഴും ഫോണിൽ വെടിവെപ്പിൽ തന്നെയാണ്. തന്നെ തൊട്ട് പിന്നിലിരുന്ന് ഒരുത്തൻ തൻ്റെ ഭാര്യയെ വാക്കുകൾ കൊണ്ട് വേട്ടയാടുന്നത് അവൻ അറിയുന്നേയില്ല. ഇനി അധികം ദൂരമില്ല മാഡം. ആ വളവ് തിരിഞ്ഞ എൻ്റെ കൂടിലായി. അവിടത്തെ പിന്നെ നമുക്ക് സാവധാനം എല്ലാം കണ്ടു തീർക്കാം, ഓരോന്നായി. മുത്തുവിൻ്റെ ആ വാക്കുകളിൽ വരാനിരിക്കുന്ന എന്തോ ഒന്നിൻ്റെ സൂചനയുണ്ടായിരുന്നു. ഒടുവിൽ മുത്ത് കാണിച്ചൊരിടത്ത് എൻ്റെ കാറ് നിർത്തി. ദൂരെ ചക്രവാളത്തിൽ സൂര്യൻ ചുവന്നു തുടുത്ത് അസ്തമിക്കാൻ തുടങ്ങുന്നു. നോക്കത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന തോട്ടം. കാറ്റിൻ്റെ മണ്ണിൻ്റെയും കാട്ടുപൂക്കളുടെയും ഗന്ധം. മുത്തു ആവേശത്തോടെ കാറിന് പുറത്തിറങ്ങി. എന്താ പബ്ജിയുടെ ആ കളി തടസ്സപ്പെടുന്നതിൻ്റെ നിരസത്തിൽ അഭി മുറുമുറുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. മാഡം, അവിടെ കണക്കുകൾ സൂക്ഷിച്ചിരിക്കുന്ന അങ്ങോട്ട് വന്ന് എല്ലാം കാണിച്ചു തരാം. മുത്തുവിൻ്റെ ശബ്ദത്തിൽ ഒരു പ്രത്യേകതരം ആർദ്രത കലർന്നിരുന്നു. ഇന്ദു ഒന്ന് മൂളി. അവൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഓരോ ചുവട് വെക്കുമ്പോഴും അവളുടെ ഉള്ളിലൊരു വല്ലാത്ത ഭയം. മുന്നോട്ട് നടക്കുമ്പോൾ പിന്നെ നിൽക്കുന്ന ആളുടെ കണ്ണുകൾ എവിടെയായിരിക്കും എന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. അവൾ പതുക്കെ തലേന്ന് വെട്ടിച്ച് പുറകോട്ട് നോക്കി. അവൾ കരുത്തിയ പോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. മുത്തുവിൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തോ തോട്ടത്തിലോ ആയിരുന്നില്ല. ആ ടോപ്പിന് താഴോട്ടൊക്കെയായിരുന്നു. താളാത്മകമായി ഓരോ ചുവടിലും ആടി ഉലയുന്ന അതിൽ തന്നെയായിരുന്നു. മുത്തുവാടെ ശരിക്കും നല്ല രീതിക്കൊന്ന് പണിയാനുള്ള തയ്യാറെടുപ്പിൻ്റെ അമ്മാതിരിയായിരുന്നു അവൻ്റെ നോട്ടവും പിറുപിറുക്കലും പൊലമ്പലും ഒക്കെ. എന്തിനെയൊക്കെയോ വിളിച്ചിട്ട് ഒന്നത് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ അവൻ പൊലമ്പുന്നുണ്ട്. അതും അവൾ കേൾക്കാതെ. ആ വിജനമായ തോട്ടത്തിൽ അസ്തമായ സൂര്യൻ്റെ ചുവപ്പിൽ മുത്തുവിൻ്റെ ആ കണ്ണുകൾ അവളെ മൊത്തത്തിലൊന്നത് വലിച്ചെടുക്കുക. മാഡം, ഇങ്ങോട്ടാ വഴി.
ഹൈ ഹീൽ ചെരുപ്പിൽ മന്ദം മന്ദം നടക്കുന്ന ഇന്ദുവിനെ കുറച്ചുകൂടി അടുത്തേക്ക് വന്ന് ആള് പറഞ്ഞു. അയാളുടെ ശബ്ദത്തിലെ ഇടർച്ച അവളിൽ കൂടുതൽ ഭയം ഉണ്ടാക്കി. അബി അല്പം ദൂരെ മാറി നിന്ന് ഫോണിൽ എന്തോ നോക്കിയായിരുന്നു. ഈ തോട്ടത്തിൻ്റെ നടുവിൽ താൻ ഒട്ടും സുരക്ഷിതയല്ലെന്ന് ഇന്ദു വീണ്ടും വീണ്ടും തിരിച്ചറിഞ്ഞു. മുത്തു പിന്നെ മുന്നിൽ നടന്നു, അവർ പിറകെയും. തോട്ടത്തിൻ്റെ ഒരു കോണിൽ വലിയ മരങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നത് പോലെ ഒരു ചെറിയ കുടിൽ കാണാമായിരുന്നു. മണ്ണുകൊണ്ട് കെട്ടിയ ഭിത്തികളും വൈക്കോലും മേഞ്ഞ് കൂരെയുള്ള ഒരൊറ്റമുറിക്കുടിൽ. മഴയും വെയിലും ഏറ്റ് ആകെ ജീർണിച്ചൊരവസ്ഥയിലായിരുന്നു അത്. വാതിലിന് പകരമായി ഒരു പഴയ തകരപ്പാട്ട. ആ തോട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ കുടിൽ കാണുമ്പോൾ ഇന്ദുവിൻ്റെ ഉള്ളിൽ ഭയം വീണ്ടും ഇരട്ടിച്ചു. അബി ഇന്ദുവും മുത്തുവിന് പിന്നാലെ ആ കുടിലിനുള്ളിലേക്ക് കടന്നു. ഉള്ളിൽ കടുത്ത ഇരുട്ടായിരുന്നു. മുത്തു ഒരു മണ്ണെണ്ണ വിളക്ക് കൊളുത്തി. ആ മങ്ങിയ വെളിച്ചത്തിൽ കുടിലിൻ്റെ ഉള്ളിൽ ദയനീയാവസ്ഥ വ്യക്തമായി. തറ മുഴുവൻ മെഴുകാത്ത പച്ചമണ്ണ, ഒരു മൂലയിൽ പഴകിയ മുഷിഞ്ഞ തുണികൾ, അതിനടുത്ത് തകരത്തിൻ്റെ കുറച്ച് പാത്രങ്ങളും മൺകലങ്ങളും ചിതറിക്കിടക്കുന്നു. കാറ്റിനൊപ്പം പുകയുടെയും പഴകിയ ഭക്ഷണത്തിൻ്റെയും അരോചകമായ ഗന്ധം ആ മുറിയിൽ ആകെ നിറഞ്ഞു നിന്നു. എന്തുവിനാണെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. ഒരു ബാത്റൂം പോലില്ലാത്ത ആ വൃത്തികെട്ട സ്ഥലത്ത് മുത്തു എങ്ങനെ ജീവിക്കുന്നു എന്ന് അവൾ അത്ഭുതപ്പെട്ടു. മുത്തു ആ മുറിയുടെ കോണിലുണ്ടായിരുന്ന ഒരു പഴയ ഇരുമ്പ് പെട്ടി വലിച്ചെടുത്തു. അതിൻ്റെ തുരുമ്പിച്ച ശബ്ദം ആ നിശബ്ദതയിൽ മുഴുങ്ങി. പെട്ടി തുറന്നപ്പോൾ അതിൽ നിന്നും പഴകിയ പേപ്പറിൻ്റെയും പൂപ്പലിൻ്റെയും ഗന്ധം പുറത്തേക്ക് വന്നു. അവൻ അതിൽ നിന്നും ഒരു പഴയ കണക്ക് പുസ്തകം പുറത്തെടുത്ത് ഇന്ദുവിന് നേരെ നീട്ടി. ഇതിലുണ്ട് മാഡം, എല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്ക്, ഞാൻ പുറത്ത് കാണും. അയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തിനു ആശ്വാസമായെങ്കിലും ആ ഗന്ധം ആ മുറിയിൽ ബാക്കിയിരുന്നു. അബിയും ആ പുസ്തകത്തിലെ അക്കങ്ങളിലൂടെ കണ്ണോടിച്ചു. പബ്ജിയുടെ ലഹരി വിട്ടുമാറാത്ത അബി വേഗം തീർക്കാൻ ധൃതി കൂട്ടി. ഏതാണ്ടൊരു അരമണിക്കൂർ കഴിഞ്ഞ് കണക്കുകൾ നോക്കി തീർത്തു ഇന്ദു പുറത്തേക്ക് ഇറങ്ങി. നേരെ ഇരട്ടി തുടങ്ങിയിരുന്നു. കാറിൻ്റെ അടുത്തേക്ക് നോക്കി ഇന്ദു ഒന്ന് ഞെട്ടിപ്പോയി. മുത്തു അവിടെ കാറിൻ്റെ ബോണറ്റ് തുറന്ന് കുഴിഞ്ഞിന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. അവൻ്റെ കരുത്തിട്ട കൈകൾ എൻജിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിലാഴ്ന്നിറങ്ങുന്നത് ആ ഇരുട്ടിലും ഇന്ദു വ്യക്തമായിട്ട് കണ്ടു. താൻ കണ്ട കാര്യം അബിയോട് പറയാനായി അവൾ വായ തുറന്നതാ. പക്ഷേ ഒരു വാക്ക് പോലും പുറത്തേക്ക് വരുന്നതിന് മുമ്പേ മുത്ത് ബോണറ്റ് പതിയെ അടച്ചു. ഇന്ദു ശരിക്കും വിറച്ചുപോയി. അയാൾ തന്നെ കണ്ടിരിക്കുന്നു. അവൾ അബിയെ നോക്കി. പക്ഷേ അബി അപ്പോഴും ആ കണക്ക് പുസ്തകത്തിൽ തന്നെയായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. മുത്ത് വേഗത്തിൽ നടന്നവർക്ക് നേരെ വന്നു. അവൻ്റെ കൈകളിൽ കറുത്ത ഓയിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. അവൻ്റെ നോട്ടം നേരെ ഇന്ദുവിൻ്റെ കണ്ണുകളിലേക്കായിരുന്നു. ആ നോട്ടത്തിൽ ഒരു താക്കീതുണ്ടായിരുന്നു. ഒന്നും പറയരുത് എന്നൊരു താക്കീത്. മാഡം, കണക്കൊക്കെ നോക്കിക്കഴിഞ്ഞില്ലേ? ഇനി കുറച്ച് സമയം ഇവിടെ ഇരിക്കാം. ഞാൻ പോയി ചായ എടുക്കാം. മുത്തുവിൻ്റെ ശബ്ദം ഇന്ദുവിൻ്റെ കാതിനടുത്തൊരു ഇടിമുഴക്കം പോലെ തോന്നി. ഇല്ല, വേണ്ട മുത്തു, ഞങ്ങൾക്ക് ഉടനെ ഇറങ്ങണം, നേരം വൈകി, ഇന്ദു പരിഭ്രമത്തോടെ പറഞ്ഞു. അബിയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. അതിനെന്താ മാഡം, നേരം വൈകിയതല്ലേ ഉള്ളൂ, ഇന്നിവിടെ നിൽക്കാം. ഈ കാട്ടിൽ രാത്രിക്കൊരു പ്രത്യേക ഭംഗിയുണ്ട്. തണുപ്പും മഞ്ഞും ഒന്നിച്ചുള്ള ഈ കാലാവസ്ഥ അത് അനുഭവിച്ചാൽ മാത്രമേ അറിയൂ. അയാളൊരു പ്രത്യേക ചിരിയോടെ ഇന്ദുവിൻ്റെ അവിടേക്ക് നോക്കി പറഞ്ഞു. ഏയ് വേണ്ട മുത്തു, പോയിട്ട് തിരക്കുണ്ട്, പിന്നൊരു ദിവസം വരാം. ഏട്ടാ, വണ്ടി എടുക്കൂ, പോകാം. അബി വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. ഒരു തളർച്ചയോടെ എഞ്ചിനൊന്ന് കറങ്ങി നിന്നു. വണ്ടി അനങ്ങുന്നില്ല. എന്താപ്പം ഇത്, വണ്ടി സ്റ്റാർട്ടാകുന്നില്ലല്ലോ? അബി ദേഷ്യത്തോടെ പറഞ്ഞു. മുത്ത് മെല്ലെ കാറിൻ്റെ ഡോറ് ചാരി നിന്നു. അവൻ്റെ ആ ഒരു 6 അടി ഇരുള നിഴൽ ആ മണ്ണിൽ ഭയങ്കര ഭീമാകാരമായി പടർന്നു. ഞാൻ പറഞ്ഞില്ല മാഡം, ഈ മണ്ണ് അത്ര പെട്ടെന്ന് ആരെയും വിടില്ല എന്ന്. വണ്ടിക്ക് എന്തോ തകരാറുണ്ട്. ഇന്ന് രാത്രി ഇനി ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ആ കുടിലിൽ കഴിയാം. അവിടെ പായുണ്ട്, കട്ടിലുണ്ട്. അബി, എങ്ങനെയെങ്കിലും വണ്ടിയൊന്ന് നോക്ക്, നാളെ കമ്പനി മീറ്റിംഗ് ഉള്ളതാ. എന്തോ ധൃതി കൂട്ടി. പക്ഷേ മുത്ത് അവരുടെ അടുത്തേക്ക് കൂടുതൽ വന്നു. അയാളുടെ ആ ഗന്ധം ഇന്ദുവിൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. സാരല്ല സാറേ, ഒരു രാത്രിയിലെ കാര്യമല്ലേ ഉള്ളൂ, ഇന്നിവിടെ നിൽക്കാം. നാളെ വെളിച്ചം വരുമ്പോൾ നമുക്ക് നോക്കാം. ഈ രാത്രിയിൽ ഈ തോട്ടത്തിൽ വെച്ച് ഞാൻ നിങ്ങളെ നന്നായിട്ട് സൽക്കരിക്കാം, ഉറപ്പ്. മുത്തുവിൻ്റെ വാക്കുകളിലെ ആ അർത്ഥം ഇന്ദുവിന് മാത്രം മനസ്സിലായി.
ആ ഇരുട്ടിൽ ആ ഒറ്റമുറി കുടിലിൻ്റെ നിഴലിൽ താ മാനുഷികൻ്റെ കയ്യിൽ അകപ്പെടുന്നുവെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. എന്നാലും അഭി ആവുന്നത്ര ശ്രമിച്ചു നോക്കി. ഇഗ്നിഷൻ കീഴിരിക്കുമ്പോഴെല്ലാം വണ്ടിയൊന്ന് വിറച്ചു നിൽക്കുക. ഇതെന്താ പെട്ടെന്നിങ്ങനെ? മുത്തു, ഇവിടെ അടുത്തെങ്കിലും ഒരു മെക്കാനിക്കിനെ കിട്ടുമോ? ഒന്ന് നോക്കാവോ? അഭി ആകുലതയോട് ചോദിച്ചു. മുത്തു ഒരു കള്ളച്ചിരിയോടെ ഇന്ദുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളാണെ ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അത് അയാൾ ആസ്വദിക്കുകയായിരുന്നു. ഇല്ല സാറേ, ഈ നേരത്ത് ഇവിടെ ആരും വരില്ല. ടൗണിൽ നിന്ന് ആരെങ്കിലും വരണമെങ്കിൽ ചുരുങ്ങിയത് 20 കിലോമീറ്റർ പോകണം. ഈ കാട്ടുപാതയിലൂടെ രാത്രി ആരും വണ്ടി എടുക്കില്ല. വഴിയിൽ പല മൃഗവും കാണും. തേങ്ങ ഇന്ദുവിന് സഹിക്കാനായില്ല. അവൾക്കുറപ്പായിരുന്നു മുത്തു ബോണറ്റ് തുറന്നപ്പോൾ എന്തോ ചെയ്തിട്ടുണ്ടെന്ന്. അവൾ ദേഷ്യത്തോടെ കാറിനടുത്തേക്ക് നടന്നു. അബി ഒന്ന് മാറി നിൽക്കുന്നത് നോക്കട്ടെ. അവൾ ബോണറ്റ് തുറന്ന് ഉള്ളിലെ എൻജിൻ ഭാഗങ്ങൾ നോക്കി. എന്തും അബിയും എന്തൊക്കെയോ അതിലേക്ക് ഇങ്ങനെ നിന്ന് നോക്കായിരുന്നു. എന്തോന്ന് ആഞ്ഞു കുനിഞ്ഞപ്പോൾ ചെറുതായിട്ടല്ല, നല്ലൊരു ഭാഗം നല്ല രീതിക്ക് പുറത്തേക്ക് കാണുന്നു. അത് മുന്നിൽ നിൽക്കുന്ന മുത്തുവിനെ കൃത്യമായിട്ട് കാണാമായിരുന്നു. എൻ്റെ പൊന്നു, എന്തൊരു ആൾ പിറുപിറുത്ത് കൊണ്ട് അങ്ങോട്ട് നോക്കി നിന്ന് വെള്ളമിറക്കി ഒരു ചൂട് ശ്വാസം വിടുകയായിരുന്നു. പക്ഷേ കാറിനെക്കുറിച്ച് കാര്യമായ അറിവില്ലാത്തത് കൊണ്ട് എഞ്ചിനിൽ എന്താ മാറ്റം വന്നതെന്ന് അവർക്ക് 2 പേർക്കും മനസ്സിലായില്ല. എല്ലാം കൃത്യമായിട്ടിരിക്കുന്ന പോലെ തോന്നി. എന്നിട്ടും വണ്ടി അങ്ങോട്ട് അനങ്ങുന്നില്ല. എന്തോ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്നും തോന്നില്ല. മുത്ത് പറയുന്നത് ശരിയാ, ഈ രാത്രി ഇവിടെ ആരെയും കിട്ടില്ല. അബി ഒരു തളർച്ചയോടെ പറഞ്ഞു. അതിന് നമ്മളിവിടെ എങ്ങനെ നിൽക്കും അബി, ആ കുടിലിൽ? എന്തിന് ആ മുഷിഞ്ഞ കുടിലിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നി. അതുമല്ല, അയാളാണ് ആ കാറ് കേടാക്കിയതെങ്കിൽ അയാൾ എന്തെങ്കിലും മനസ്സിൽ ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. ഓർക്കും തോറും അവളുടെ ഹൃദയമെടുപ്പ് കൂടിക്കൂടി വന്നു. ഏട്ടാ, ഒന്നും കൂടെ നോക്ക്. ഇല്ലെന്തോ ഓണാകുന്നില്ല. വേറെ വഴിയില്ലല്ലോ എന്തോ. നേരം വെളുക്കട്ടെ, എന്നിട്ട് നോക്കാം. പുറത്തുനിന്നാ വന്യമൃഗങ്ങൾ കാണും. മുത്തുവിൻ്റെ കുടിലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അബി അവളെ അങ്ങോട്ട് നിർബന്ധിച്ചു. വേറെ ഒരു വഴിയുമില്ലേ? ഇല്ല മാഡം. എന്തു നിസ്സഹായതയോടെ മുത്തുവിനെ നോക്കി. അവൻ ആ ഇരുട്ടിൽ ഒരു വേട്ടക്കാരൻ്റെ ഭാവത്തിൽ അവളെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ ആ രാത്രിയിൽ തൻ്റെ കുടിലേക്ക് വരാൻ പോകുന്നതിൻ്റെ ആവേശം അവളുടെ കണ്ണുകളിൽ പ്രകടമായിരുന്നു. വേറെ വഴിയില്ലാതെ ആ തോട്ടത്തിൻ്റെ നടുവിൽ മുത്തുവിൻ്റെ ആ വൃത്തികെട്ട കണ്ണുകൾക്ക് മുന്നിൽ ആ രാത്രി ചിലവഴിക്കാൻ അവൾ തീരുമാനിച്ചു. ശരി, ഇന്ന് രാത്രി ഇവിടെ നിൽക്കാം. പക്ഷേ രാവിലെ തന്നെ മെക്കാനിക്കിനെ മുത്ത് കൂട്ടി വരണം, അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. മുത്തുവിൻ്റെ മുഖത്ത് ഒരു വിജയിയുടെ ചിരി വന്നു. താൻ എന്തോ വിജയിച്ചതുപോലെ. അതൊക്കെ ഞാൻ നോക്കി ചെയ്തോളാം. വരൂ മാഡം, പായ ഞാൻ റെഡിയാക്കി തരാം. ഇന്ന് രാത്രി നിങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായിരിക്കും. മുത്തുവിൻ്റെ ആ വാക്കുകളിലെ വിഷം ഇന്ദുവിൻ്റെ ഉള്ളിൽ ഭയം നിറച്ചു. മുത്തു മുന്നിൽ നടന്നു. അവൾക്ക് പിന്നാലെ ഇന്ദുവും അബിയും ആ ഇടുങ്ങിയ കുടിലേക്ക് വീണ്ടും ചുവടുകൾ വെച്ചു. മുത്തു ആ പഴയ കട്ടിലിൽ മുഷിഞ്ഞൊരു വിരിപ്പൊന്ന് കുടഞ്ഞു വിരിച്ചു കൊടുത്തു. ആ മണ്ണെണ്ണ വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അയാളുടെ നിഴൽ ആ ഭിത്തിയിലൊരു ഭീകര രൂപം പോലെ പടർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. എന്തോ അയാളെ നോക്കിയപ്പോൾ ആ നോട്ടം അവളുടെ ഹൃദയം പട്ടപട ഇടിച്ചു തുടങ്ങി. ആ ചെറിയ മുറിക്കുള്ളിൽ ഈ കാട്ടാളൻ്റെ ഒപ്പം രാത്രി ചിലവഴിക്കേണ്ടി വരുമോ എന്ന ചിന്ത അവളെ വല്ലാതെ തളർത്തി. താനും എവിടെയാണോ കിടക്കുന്നത്? എന്തു വിറയ്ക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. മുത്തോന്ന് ചിരിച്ചു. ഇരുട്ടിൽ അവൻ്റെ വെളുത്ത പല്ലുകൾ തിരിഞ്ഞു കണ്ടു. ഇല്ല മാഡം, നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നു. എനിക്ക് തോട്ടത്തിൻ്റെ അങ്ങേറ്റത്തൊരു കാവൽ മാടമുണ്ട്. അവിടെ പോയി വേണം കിടക്കാൻ. കാട്ടുപന്നികൾ ഇറങ്ങുന്ന നേരം അവിടെ ഇരുന്നാലേ തോട്ടം മൊത്തം കാണാൻ പറ്റൂ. ഞാൻ അങ്ങോട്ട് പോവുക. പിന്നെ അത്യാവശ്യം വെടിയും പൊട്ടിക്കണം. അയാളുടെ മറുപടി കേട്ടപ്പോൾ ഇന്ദുവിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരാശ്വാസം. തോട്ടത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള കാവൽ മടന്നാൽ ഈ കുടലിൽ നിന്ന് നല്ല ദൂരം ഉണ്ടാകും. ഈ രാത്രിയിൽ ഇയാളുടെ സാമീപ്യം അത്രയും ദൂരേക്ക് മാറുന്നു എന്നറിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്തൊരാശ്വാസം തോന്നി. ശരി മുത്തു, അത് മതി, താൻ പൊക്കോ, അബി ഇടയ്ക്ക് കയറി പറഞ്ഞു. മുത്ത് പുറത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വലിയ താലത്തിൽ തോട്ടത്തിൽ വിളഞ്ഞ കുറച്ച് പഴങ്ങളുമായി തിരിച്ചു വന്നു. നല്ല മലയൻ പഴങ്ങളും വാഴപ്പഴവും ആ താലത്തിൽ ഇങ്ങനെ നിറഞ്ഞിരുന്നു.
ഇത് കഴിച്ചോ മാഡം, വിശക്കുന്നുണ്ടാവും. നല്ല കാമ്പുള്ള പഴങ്ങളാണ്. എന്താ ഇന്നലെ ഇതാക്കാൻ പോയപ്പോൾ ഒന്നും കിട്ടിയില്ല. ഇന്ന് വേണം ഇപ്പോൾ ഓരോന്ന് വെടിവെക്കാൻ. മുത്തു ആ പഴങ്ങളിലേക്ക് നോക്കി പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് ഇന്ദുവിൻ്റെ അവിടേക്കൊരു നിമിഷം നോക്കി. ആ പഴങ്ങളുടെ ഭംഗിയേക്കാൾ കൂടുതൽ മുത്തു ആസ്വദിക്കുന്നത് തന്നെയാണെന്ന് അവൾക്കപ്പോൾ തോന്നി. എങ്കിലും അയാൾ ദൂരെയുള്ള കാവൽ മാടത്തിലേക്ക് പോകുമല്ലെന്ന ആശ്വാസത്തിൽ അവൾ ആ നോട്ടം അവഗണിച്ചു. ശരി മാഡം, അപ്പോൾ ഗുഡ് നൈറ്റ്. ഞാൻ ആ മാഡത്തിലുണ്ടാവും. സുഖമായിട്ട് ഉറങ്ങിക്കോ. ഒരു ചെറിയ ചിരിയോടെ അയാൾ മറ്റൊരു രാന്തൽ വിളക്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മുത്തു പോയതും ഇന്ദു ആ പഴയ വാതിൽ മെല്ലെ ചാരി. പുറത്ത് അയാളുടെ കയ്യിലെ വെളിച്ചം തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് നീങ്ങുന്നത് അവൾ വാതിലിൻ്റെ വിടവിലൂടെ നോക്കി. വെളിച്ചം അകന്നു പോകുന്ന കണ്ടപ്പോൾ അവൾക്കൊരു സമാധാനം തോന്നി. ഔ, സമാധാനമായി. അവൻ ദൂരേക്ക് പോയല്ലോ. അവൾ അബിയുടെ അരികിലേക്ക് ചേർന്നിരുന്നു. അബി അപ്പോഴേക്കും ആ പഴങ്ങൾ കഴിച്ചു തുടങ്ങിയിരുന്നു. കുടിലിനുള്ളിലെ ആ ചെറിയ മരക്കട്ടിൽ അബിക്കൊപ്പം ഇന്ദു ഇരുന്നു. മുത്തു തോട്ടത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള മാടത്തിലേക്ക് പോയെന്ന ചിന്തനയുമായി ആശ്വാസം ഉള്ളിലുണ്ടെങ്കിലും അവളുടെ മനസ്സ് എന്തോ ശാന്തമായിരുന്നില്ല. ഇന്ദു, നീ പഴം കഴിക്ക്, നല്ല മധുരമുണ്ട്. വിശന്നിരുന്ന ഉറക്കം വരില്ല പൊന്നെ. അബി ഒരു കഷ്ണം പഴം അവൾക്ക് നേരെ നീട്ടി നിർബന്ധിച്ചു. വേണ്ട അബി, എനിക്ക് വിശപ്പില്ല, നീ കഴിച്ചോ, അവൾ വിരക്തിയോടെ പറഞ്ഞു. അവളുടെ ചിന്തകൾ മുഴുവൻ ആ കാറിന് ചുറ്റുമായിരുന്നു. മുത്തു എന്തിനായിരിക്കും ബോണറ്റ് തുറന്നത്? അയാൾ അവിടെ എന്തോ കാണിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. പക്ഷേ അബിയോടതെങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തും? അഥവാ പറഞ്ഞാലും അവൻ അയാളൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. അവൾ ഓർത്തു. അബി, എന്താടി, വേണോ നിനക്ക്? അവൻ വീണ്ടും പഴം നീട്ടി. വേണ്ട. ശരി, എന്നാൽ വേഗം കിടന്നോ. എൻ്റെ ഫോണിൽ ചാർജ് പോലുമില്ല, സ്വിച്ച് ഓഫ് ആകാൻ പോവുക. അതോ പറഞ്ഞ് അബി ഒരു പരാതിയില്ലാതെ ആ മുഷിഞ്ഞ വിരിപ്പിലേക്ക് ചരിഞ്ഞു കിടന്നു. ഇന്ദുവിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. പുറത്ത് രാത്രിയുടെ ശബ്ദങ്ങൾ, അതിലുപരി അവൾ ആക്കിയൊന്നിതായിരുന്നു. എന്താ പറയുക, മീൻസ് അതൊക്കെ ഉള്ളിലൊക്കെ ഇട്ടിരിക്കുന്നത് കാരണം ഒരു ശ്വാസം പോയിട്ട് നമുക്കുണ്ടാവുമല്ലോ. ഇത്രയും ടൈമൊക്കെ ആയില്ലേ, ഓരോന്നൂരി കളഞ്ഞാലോ എന്ന് വരെ അവൾ ആലോചിച്ചു. പക്ഷേ തനിക്കിതൊരു അപരിചിതമായ സ്ഥലമാണ്. അല്ല, അവൻ്റെ വീടെങ്കിലും. മുത്തു ഇവിടെ ഇല്ലല്ലോ, അവിടെ ദൂരെയുള്ള മാടത്തിലല്ലേ. അബി അപ്പോഴേക്കും നല്ല ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവൻ്റെ കുറുക്കം വലി ആ കുടലിനുള്ളിൽ മുഴങ്ങാൻ തുടങ്ങിയത് ഇന്ദുവിനെ വീണ്ടും ഭയപ്പെടുത്തി. ഈ അവസ്ഥയിലും ഇത്ര സുഖമായിട്ട് ഉറങ്ങാൻ ഇയാൾക്ക് എങ്ങനെ കഴിയുന്നു? അവൾ ഓർക്കാതിരുന്നില്ല. പിന്നെ ഇന്ന് മെല്ലെ എഴുന്നേറ്റ് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് അവൾ തൻ്റെ കറുത്ത ടോപ്പ് ഊരാതെ തന്നെ അതിനുള്ളിലുള്ളത് ഇങ്ങനെ ഇതാക്കി. അപ്പോഴാണ് വല്ലാത്തൊരാശ്വാസം അവൾക്ക് തോന്നിയത്. ആ ഇടുങ്ങിയ ടോപ്പിനുള്ളിൽ തന്നെ ഇതിങ്ങനെ സ്വതന്ത്രമായപ്പോൾ ശ്വാസം വിടാൻ എളുപ്പമായ പോലെ. അവൾ അത് ഊരി ആ പഴയ പെട്ടിയുടെ മുകളിൽ വെച്ചു. തിരികെ വന്ന് കട്ടിലിൽ കിടന്നപ്പോൾ എന്തോ ശരീരമൊക്കെ ഒന്ന് തണുത്ത പോലെ അവന് തോന്നി. അതില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അതൊന്ന് മാറ്റിയാൽ തന്നെ അതൊക്കെ ഒന്ന് സ്വതന്ത്രമായപ്പോഴത്തേക്കും വല്ലാത്തൊരു സുഖം. എങ്കിലും അവളുടെ മനസ്സപ്പോഴും അസ്വസ്ഥം തന്നെയായിരുന്നു. മുത്തുവിൻ്റെ ആ നോട്ടവും അയാളുടെ ബോണറ്റിനടിയിൽ ചെയ്ത പ്രവൃത്തിയും അവളുടെ ഉറക്കം കെടുത്തി. വാതിലിൻ്റെ വിടവിലൂടെ തോട്ടത്തിൻ്റെ ഇരുട്ട് അവളെ നോക്കി പരിഹസിക്കുന്ന പോലെ തോന്നി. ദൂരെ എവിടെയോ ഒരു മൂങ്ങയുടെ കരച്ചിൽ കേട്ടു. അവൾ അബിയുടെ കൈകളിൽ മുറുക്കെ പിടിച്ച് കിടന്നു. മുത്ത് ശരിക്കും ആ മാടത്തിൽ തന്നെയാണോ? അതോ ഈ കുടിലിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ ഇതിനെ ഓരോ അനക്കവും കറുത്തോർത്ത് നിൽക്കുന്നുണ്ടാവുമോ? ആ ചിന്ത ഇന്ദുവിൻ്റെ ഉറക്കത്തെ പാട്ട് അകറ്റിക്കളഞ്ഞു. എന്നാൽ അതിനു മുന്നേ മുത്തു പതുക്കെ പതുക്കെ കാലച്ച കേൾപ്പിക്കാതെ അവിടെ എത്തിയിരുന്നു. തൻ്റെ പദ്ധതി പാളിയോ എന്നറിയാനുള്ള വെമ്പലായിരുന്നു അയാൾ. വീടിൻ്റെ കതകിൻ്റെ ചെറിയതിലൂടെ അയാൾ അകത്തേക്കൊന്ന് നോക്കി. പുറത്തെ നിലാവെളിച്ചം ജനാലയിലൂടെ അരിച്ചിറങ്ങി മുറിക്കുള്ളിൽ ഒരു മങ്ങിയ വെളിച്ചം പരന്നിരുന്നു. ആ വെളിച്ചത്തിൽ മുത്ത് കണ്ട കാഴ്ച അയാളെ ശ്വാസം മുട്ടിച്ച് കളഞ്ഞു. എന്ത് കട്ടിലിരിക്കുക. തളർച്ചയോടെ അവൾ തൻ്റെ അതിനുള്ളിൽ ഇങ്ങനെ അടക്കം മാറ്റി ഓരോന്നായിട്ട് ഇതാക്കുക. ആ നിമിഷം അതിങ്ങനെ ഡ്രസ്സിനുള്ളിൽ മോചിതമായി സ്വതന്ത്രമായിട്ടിരുന്നു. അതൊക്കെ മാറ്റി അരികിലെ ടേബിളിലേക്ക് വെച്ചു. ആ മഞ്ഞ വെളിച്ചത്തിൽ അതൊക്കെ ഇങ്ങനെ ആൾ കാണുക.
ആ കാഴ്ച മുത്തുവിൻ്റെ ഉള്ളിലൊരു തീക്കനൽ കോരിയിട്ടു. എന്നാൽ ടേബിളിൻ്റെ ഒരു അറ്റത്തിരിക്കുന്ന ആ പഴം കണ്ടതും മുത്തുവിൻ്റെ മുഖത്ത് നിരാശ പടർന്നു. താൻ ഉറക്ക ഗുളിക ചേർത്ത് കൊടുത്ത ആ പഴം അവൾ തൊട്ടിട്ട് പോലുമില്ല. അവളത് കഴിച്ചിരുന്നെങ്കിൽ ഇപ്പം ബോധമറ്റ് കിടക്കായിരുന്നു. അയാൾക്ക് മുറിക്കുള്ളിലേക്ക് ധൈര്യമായിട്ട് കയറായിരുന്നു. ഷോ, അല്ലാത്തത് കഴിച്ചിട്ടില്ലല്ലോ. അയാൾ പല്ല് കടിച്ചുകൊണ്ട് സ്വയം മന്ത്രിച്ചു. ആ നിരാശ അയാളെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. പക്ഷേ മുന്നിൽ കാണുന്ന അതൊക്കെ മാറ്റി സ്വതന്ത്രമായിട്ട് നിൽക്കുന്നില്ല. ഇന്ദുവിൻ്റെ മൊത്തം അയാളെ വല്ലാതൊന്ന് ഉണർത്തി. അയാൾ പതുക്കെ തൻ്റെ അവിടേക്കൊന്ന് നോക്കി. നല്ല രീതിക്കൊരു സെറ്റായിട്ടിങ്ങനെ നിൽക്കുകയായിരുന്നു. കഥകിൻ്റെ വിടവിലൂടെ അവൾ കിടക്കാൻ തയ്യാറെടുക്കുന്നത് നോക്കി അയാൾ തൻ്റെ ഇതിനെ പെരിയെ ഓരോന്നാക്കി തുടങ്ങി. ഓരോ തവണ ഇതാവുമ്പോഴും അയാളുടെ കണ്ണുകൾ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ സമയം രാത്രി 10 മണി കഴിഞ്ഞിരിക്കുന്നു. അതിനൊക്കെ ശേഷം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത ഭാഗത്ത് കേൾക്കാട്ടോ. അപ്പോൾ കാത്തിരിക്കുക. വേഗം തന്നെ അടുത്തൊരു കഥയായിട്ട് കാണാം. ബൈ.